നമസ്കാരം. 7 ഘട്ടങ്ങളിലായി നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പല മാധ്യമങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വിടുകയും ചെയ്തു. ശക്തമായ പോരാട്ടത്തിൽ ഒരു സ്ഥാനത്ത് NDAയും മറുസ്ഥാനത്ത് ഇന്ത്യ സഖ്യവും. പോരാട്ടത്തിൽ ആദ്യഘട്ടം മുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് NDA 400-ലധികം സീറ്റുകൾ നേടുമെന്നും BJPയും കൂടെയുള്ള ഘടകകക്ഷികളും ചേരുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 90%-ലേറെ മണ്ഡലങ്ങളിലും തങ്ങൾ വിജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കന്മാർ. എന്നാൽ ആദ്യഘട്ടങ്ങൾക്ക് ശേഷം ഒരു മൂന്നാം ഘട്ടമായപ്പോഴേക്കും ഇന്ത്യ സഖ്യവും കുറച്ചുകൂടി കരുത്താർജിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് BJP 400 സീറ്റിൽ അധികം നേടും എന്ന ഒരു പ്രവചനം നേരിയ തോതിൽ കുറച്ചു. നാളിതുവരെ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത BJP 2024 അക്കൗണ്ട് തുറക്കുവാൻ സാധ്യതയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒടുവിൽ അത് 3ഉം 2ഉം 1ഉമൊക്കെയായി ചുരുങ്ങി. തൃശ്ശൂരിലാണ് BJPക്ക് നിലവിൽ വലിയ ആത്മവിശ്വാസമുള്ളത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ ആത്മവിശ്വാസത്തെ ഇരട്ടിയുടെ ഇരട്ടിയുമൊക്കെ ആക്കുന്ന തരത്തിലേക്കാണ് പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുള്ളത്. 18ാം മന്ത്രിസഭ നയിക്കുവാൻ, ഈ രാജ്യത്തെ നയിക്കുവാൻ NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നും 3ാം തവണയും നരേന്ദ്രമോദി തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നുമാണ് മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ സർവേയിൽ വ്യക്തമാകുന്നത്. 300-ഓ 350-ന് മുകളിലോ സീറ്റുകൾ BJP നേടുമെന്നും പറയുന്നു. അവിടെ ഏറ്റവും ശ്രദ്ധ നൽകേണ്ട സംസ്ഥാനം കേരളം തന്നെയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത BJP ഇക്കുറി 1 മുതൽ 3 വരെ സീറ്റുകൾ കേരളത്തിൽ നേടും എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാരൊക്കെ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും BJP അക്കൗണ്ടുകൾ തുറക്കുക എന്നാണ്. ഇതേ തുടർന്ന് ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന V മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന് പകരം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. ഞങ്ങൾ പറഞ്ഞിരുന്ന വിലയിരുത്തലുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ആ സർവേ ഫലങ്ങൾ വരുന്നത്. എന്തായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വലിയ ആവേശത്തിലാണ് BJP ഉള്ളത്. പക്ഷേ അത് പ്രകടമായി പ്രകടിപ്പിക്കുന്നില്ല BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ. അവർ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ഉറ്റുനോക്കുന്നത് തൃശ്ശൂരിലേക്ക് മാത്രമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരം, അത് കഴിഞ്ഞാൽ മാത്രമാണ് ആറ്റിങ്ങലിൽ വലിയ വിജയപ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ ഉണ്ടാകുക എന്ന എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ 0 മുതൽ 4 സീറ്റുകൾ വരെയാണ് ഇടതുപക്ഷത്തിന് കേരളത്തിൽ നേടുവാൻ സാധിക്കുക എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. എന്നാൽ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ട് 12 സീറ്റിലധികം ഇടതുപക്ഷം നേടുമെന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. അതായത് CPM-ഉം CPI-യും മറ്റ് ഘടകകക്ഷികളും എല്ലാവരും കൂടെ ചേർന്ന് 12-ലധികം സീറ്റുകൾ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞ ഇടതുപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുള്ള എക്സിറ്റ് ഫലം. അതുകൊണ്ട് അതവർ പാടെ തള്ളുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് ഇക്കുറി 18 നേടിയാലും 17 നേടിയാലും ഒക്കെ അതവരുടെ ബലഹീനതയായി തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസിന് തന്നെയാണ് കേരളത്തിൽ മേൽക്കൈ ഉണ്ടാകുക എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ 20-ൽ 20 സീറ്റുകളും നേടുമെന്നാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിട്ടുമുണ്ട് കോൺഗ്രസ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ രീതിയിൽ സീറ്റുകൾ നേടുവാൻ BJPക്ക് സാധിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ അതത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അതിനെ അപ്പാടെ തള്ളുന്നുമുണ്ട്. പ്രത്യേകിച്ച് കർണാടകയും കേരളവും. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെ അടിവരയിട്ട് പറയുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അതുതന്നെയാണ് ഇടതുപക്ഷവും ഏറ്റുപിടിക്കുന്നത്. തുടർച്ചയായി 3ാം തവണയും NDA സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ 2004-ലെ ചരിത്രമാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. 2004-ൽ അന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം BJP സർക്കാർ അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിലെത്തിയത്. അതായത് ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നും NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പിൻബലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് NDA സഖ്യമുള്ളത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ തള്ളി ഇടതുപക്ഷം കേരളത്തിൽ ശക്തി ആർജിച്ച് 12 സീറ്റുകളോ അല്ലെങ്കിൽ 8 മുതൽ 12 സീറ്റുകളോ നേടുമെന്നും അവർ പറയുന്നു. എന്തായാലും കാത്തിരിക്കേണ്ടത് യഥാർത്ഥ ജനവിധിക്ക് വേണ്ടിയിട്ടാണ്.
ജനം ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് അറിയേണ്ടതായുണ്ട്. ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടതുമായുണ്ട്.